ഇന്നത്തെ ക്ലാസ്സിൽ ഭൂമിശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്. ഭൂമിശാസ്ത്രം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ഗ്രീക്ക് പണ്ഡിതനാണ് ഇറാത്തോസ്തനീസ്. ഭൂമിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയെ എർത്ത് സയൻസ് അല്ലെങ്കിൽ ജിയോ സയൻസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഗ്രീക്ക് പദങ്ങളായ ജിയോഗ്രാഫോസ് എന്നിവയിൽ നിന്നാണ് ജോഗ്രഫി എന്ന പദം രൂപപ്പെടുത്തിയത്. പിന്നെ ഭൂമിശാസ്ത്രപരമായ സമീപനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വ്യവസ്ഥാപിത സമീപനം, രണ്ടാമത്തെ മേഖലാ സമീപനവുമാണ്. വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ വേൺ ഹംബോൾട്ടാണ്. പിന്നെ ഓരോ പ്രതിഭാസത്തെയും ആഗോള തലത്തിൽ പഠിക്കുന്നതിനെ തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് വ്യവസ്ഥാപിത സമീപനം എന്ന് പറയുന്നത്. അത് വ്യവസ്ഥാപിത സമീപനത്തെക്കുറിച്ചുള്ളൊരു ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പ്രതിഭാസത്തെ ആഗോളതലത്തിൽ പഠിക്കുന്നതും പിന്നെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതാണ് വ്യവസ്ഥാപിത സമീപനം എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത് ആരാണ്? അലക്സാണ്ടർ വേൺ ഹംബോൾട്ടാണ്. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷനാണ് ഈ ഒരു പേജിൽ നിന്ന് പറയാനുള്ളത്. ഇനി അടുത്ത പേജാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അടുത്ത പേജിൽ വ്യവസ്ഥാപിത സമീപന പ്രകാരമുള്ള ഭൂമിശാസ്ത്ര ശാഖകളാണ്. ഒന്നാമത്തെ ഭൗതിക ഭൂമിശാസ്ത്രത്തിനെ പറ്റിയിട്ടാണ്. ഒന്നാമത്തെ പോയിൻ്റാണ് ഭൂരൂപീകരണ ശാസ്ത്രം. അതിൽ ഭൂരൂപങ്ങൾ, അവയുടെ പരിണാമം, അതോട് അനുബന്ധിച്ചുള്ള പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. പിന്നെ കാലാവസ്ഥാ ശാസ്ത്രമാണ് ക്ലൈമറ്റോളജി. അന്തരീക്ഷ ഘടന, കാലാവസ്ഥാ ഘടകങ്ങൾ, വിവിധതരം കാലാവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണത്. പിന്നെ ജലശാസ്ത്രം, നദികൾ, കുളങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. പിന്നെ മണ്ണ് ഭൂമിശാസ്ത്രം, മണ്ണിൻ്റെ രൂപീകരണം, മണ്ണിനങ്ങൾ, മണ്ണിൻ്റെ അളക്കൂറ് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. പിന്നെ രണ്ടാമത്തെ മാനവിക ഭൂമിശാസ്ത്രത്തിൽ സാമൂഹിക സാംസ്കാരിക ഭൂമിശാസ്ത്രം പെടുന്നു. അതിൽ സമൂഹം, സാമൂഹിക ചലനാത്മകത, സമൂഹത്തിലെ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണിത്. പിന്നെ ജനസംഖ്യാ ഭൂമിശാസ്ത്രവും വാസസ്ഥല ഭൂമിശാസ്ത്രവും പറയുന്നുണ്ട്. അതിൽ ജനസംഖ്യ, വളർച്ച, വിതരണം, സാന്ദ്രത, സ്ത്രീ പുരുഷ അനുപാതം, കുടിയേറ്റം തുടങ്ങിയവയാണ് ഇതിൻ്റെ സവിശേഷതകൾ പഠിക്കുന്നത്. പിന്നെ സാമ്പത്തിക ഭൂമിശാസ്ത്രം കൃഷി, വ്യവസായ, വിനോദസഞ്ചാരം, വാണിജ്യം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. പിന്നെ ചരിത്ര ഭൂമിശാസ്ത്രം വിവിധ പ്രദേശങ്ങൾ എന്ന് കാണുന്നു, വിവിധ തരത്തിലുള്ള ചരിത്രപരമായ കാരണങ്ങൾ എന്നിവയാണ്. പിന്നെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം രാജ്യ അതിർത്തികൾ, നിയോജക മണ്ഡലങ്ങളുടെ അതിര് നിശ്ചയിക്കൽ, തിരഞ്ഞെടുപ്പ് പശ്ചാത്തലം, പിന്നെ ശാഖയിലെ ഓരോ ഇടത്തെയും പശ്ചാത്തലത്തെ നോക്കിക്കാണുന്നു. പിന്നെ അടുത്താണ് ജൈവ ഭൂമിശാസ്ത്രം. ഭൗതിക ശാസ്ത്ര